പുതിയ പാർട്ടി പ്രഖ്യാപിക്കാനുള്ള തയ്യാറെടുപ്പുകളുമായി പി.വി. അൻവർ എം.എൽ.എ മുന്നോട്ടു പോവുകയാണ്. ഈ മാസം ഒക്ടോബർ 6-ന് വൈകിട്ട് മഞ്ചേരിയിൽ വിശാലമായ രാഷ്ട്രീയ വിശദീകരണ യോഗം അൻവർ വിളിച്ചിരിക്കുകയാണ്. അദ്ദേഹം പുതിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഈ 6-ാം തീയതിയിലെ മഞ്ചേരി സമ്മേളനം മാറ്റിവെച്ചതായി ചിലർ സാമൂഹിക മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. അങ്ങനെയില്ല, പരിപാടിയുമായി മുന്നോട്ട് പോകും എന്നും പറഞ്ഞ് അദ്ദേഹം ഇന്നൊരു ചെറു വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ സമ്മേളനം നാളെ മഞ്ചേരിയിൽ നടക്കുക എന്നത് ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞു. അദ്ദേഹത്തിന് പുതിയ പാർട്ടിയുടെ നയരൂപീകരണ കാര്യങ്ങൾ, അതിൻ്റെ വിശദാംശങ്ങളൊക്കെ നാളെ വിശദീകരിക്കും എന്നാണ് അൻവർ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ പാർട്ടിയുടെ പേരെന്തായിരിക്കും, പാർട്ടി വേറെ ഏതെങ്കിലും മുന്നണിയിൽ ചേരുമോ എന്നൊക്കെ ഇനി വരാനിരിക്കുന്ന ദിവസങ്ങളിൽ കാണേണ്ടുന്ന കാര്യമാണ്. അതോടൊപ്പം സാങ്കേതികമായും നിയമപരമായും എം.എൽ.എ സ്ഥാനം നിലനിർത്തുക എന്നത് പി.വി. അൻവറിന് ഒരു കീറാമുട്ടിയാണ്. കാരണം പി.വി. അൻവർ നിലമ്പൂരിൽ നിന്നും അസംബ്ലിയിലേക്ക് ജയിച്ചിരിക്കുന്നത് ഇടത് ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര എം.എൽ.എ എന്ന നിലയിലാണ്. അതിനുശേഷം അദ്ദേഹം നിയമസഭയിൽ സത്യപ്രതിജ്ഞ ചെയ്ത് ചുമതല ഏൽക്കുമ്പോൾ രേഖകൾ പ്രകാരം അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് ഇടത് അഥവാ LDF പാർലമെൻ്ററി പാർട്ടി അംഗമാണ് എന്നാണ്. മാത്രമല്ല പലപ്പോഴും LDFിൻ്റെ ചീഫ് വിപ്പ് അനുസരിക്കേണ്ടിയും വന്നിട്ടുണ്ട് പി.വി. അൻവറിന്. അപ്പോൾ ഇതെല്ലാം ചൂണ്ടിക്കാണിച്ചിട്ട് ആരെങ്കിലും കോടതിയിൽ പോയാൽ, സുപ്രീം കോടതി വരെ പോയാൽ, ഈ പാർട്ടി ഇടതു മുന്നണിയിൽ നിന്നും പാർലമെൻ്ററി പാർട്ടിയിൽ നിന്നും മാറി കഴിഞ്ഞ അൻവറിൻ്റെ അംഗത്വം, എം.എൽ.എ സ്ഥാനം അസാധുവാണെന്ന് പ്രഖ്യാപിക്കണമെന്ന് കോടതിയെ സമീപിച്ചാൽ അതൊരു വലിയ കീറാമുട്ടി കേസായിട്ട് മുന്നോട്ട് പോകും. ഒരുപക്ഷെ കോടതി അദ്ദേഹത്തിന് എതിരെയുള്ള വാദഗതികളെ അംഗീകരിക്കാനും സാധ്യതയുണ്ട്. കാരണം പഴയ പോലെ അത്ര എളുപ്പമല്ല കൂറുമാറ്റം. പഴയ 6-ാം കേറാം കാലമല്ല കൂറുമാറ്റ നിരോധന നിയമം വന്നതിന് ശേഷമുള്ളത്. ഇതിപ്പോൾ ഒരു പാർട്ടിയിൽ നിന്ന് കൂറുമാറി മറ്റൊരു പാർട്ടിയിൽ പോകാനോ അല്ലെങ്കിൽ പുതിയ പാർട്ടി രൂപീകരിച്ച് MP സ്ഥാനമോ MLA സ്ഥാനമോ തുടരാനോ ഒക്കെ വളരെ നിയമപരമായിട്ടും തെരഞ്ഞെടുപ്പ് പ്രകാരമായിട്ടും വളരെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അപ്പോൾ ആ നിലയ്ക്ക് ആരെങ്കിലും കോടതിയെ സമീപിച്ചാൽ അത് പി.വി. അൻവറിന് വലിയ തലവേദനയാകാനാണ് സാധ്യത. MLA പദവി നഷ്ടപ്പെടാനും സാധ്യതയുണ്ട്. ഇനി മറ്റൊരു സാധ്യത, നിലമ്പൂർ മണ്ഡലത്തിലെ ഏതെങ്കിലും വോട്ടർമാരിൽ ഒരാൾ കോടതിയെ സമീപിച്ചാൽ, ഞാൻ കഴിഞ്ഞ തവണ പി.വി. അൻവറിന് വോട്ട് ചെയ്തത് ഇടത് ജനാധിപത്യ മുന്നണിയുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിലാണ്. എന്നാൽ ഇപ്പോൾ അദ്ദേഹം ആ ഇടതുപക്ഷ മുന്നണിയിൽ നിന്നും മാറിയിരിക്കുന്നു. നിയമസഭയിലും അദ്ദേഹത്തിന് വേറെ ഇരിപ്പിടം കിട്ടിയിരിക്കുന്നു. ആ നിലയ്ക്ക് അദ്ദേഹത്തിന് ഈ പദവിയിൽ തുടരാൻ യോഗ്യതയില്ല എന്ന നിലയിൽ ഒരു വോട്ടറായ ഞാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് വോട്ട് ചെയ്ത ഞാൻ കോടതിയെ ബോധിപ്പിക്കുന്നു, നടപടികൾ ഉണ്ടാകണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും അൻവറിന് കുരുക്ക് വീഴും. അപ്പോൾ എന്തായാലും പുതിയൊരു പാർട്ടി രൂപീകരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നിലവിൽ MLA സ്ഥാനം നിലനിർത്തണമെങ്കിൽ പുതിയ പാർട്ടിയിൽ ഔദ്യോഗിക ഭാരവാഹിത്വമൊന്നും തന്നെ പി.വി. അൻവറിന് ഏൽക്കാൻ സാധിക്കത്തില്ല. പകരം വേറെ ആരെങ്കിലും മുന്നിൽ നിർത്തി ഭാരവാഹിത്വം കാണിച്ചിട്ട് ആ പാർട്ടിയെ സപ്പോർട്ട് ചെയ്ത് പ്രവർത്തിക്കാൻ മാത്രമേ പി.വി. അൻവറിന് സാധിക്കുകയുള്ളൂ. അദ്ദേഹം നേരെ MLA പദവി ഒഴിയുകയോ രാജിവെക്കുകയോ ചെയ്യാതെ അദ്ദേഹം നേരെ വേറെ പാർട്ടിയിലേക്ക്, സ്വന്തം പാർട്ടിയാവട്ടെ മറ്റൊരു പാർട്ടിയാവട്ടെ പോയാൽ അത് നിയമക്കുരുക്കിലേക്ക് പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. പിന്നെ പി.വി. അൻവറിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാവി എന്തൊക്കെയെന്നുള്ളത് അത് ഈ നാട്ടിലെ ജനങ്ങളും മലപ്പുറത്തെ ജനങ്ങളും ഒക്കെ തീരുമാനിക്കേണ്ടതാണ്. ഏത് പൗരനും പാർട്ടി രൂപീകരിക്കാനും പ്രവർത്തിക്കാനുമുള്ള സാഹചര്യമുണ്ട്. അദ്ദേഹം നിലമ്പൂരിൽ നിന്നുള്ള MLA ആയിരുന്നു, നിലവിൽ MLA ആണ്. ഇടതുപക്ഷ MLA ആയിരുന്നു, ഇപ്പം നിലവിൽ MLA ആണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പുതിയ പാർട്ടിയും രാഷ്ട്രീയവും മലബാറിലെ രാഷ്ട്രീയത്തിൽ എന്ത് സ്വാധീനം ചെലുത്തും, പ്രത്യേകിച്ച് മലപ്പുറം ജില്ലയിൽ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരു കാര്യം. അപ്പം നിലമ്പൂരിൽ നിന്നും വലിയ ജനപിന്തുണയോടെ അദ്ദേഹം 2 തവണ ജയിച്ചെങ്കിലും
അത് രണ്ടാമത് ഇടതുമുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് പിന്തുണയോടെ മത്സരിച്ചു. ആദ്യം സ്വതന്ത്രനായി മത്സരിച്ചിട്ട് പിന്തുണ കൊടുത്തു. ഈ രണ്ട് ഘട്ടത്തിലും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വോട്ടുകൾ സമാഹരിക്കാൻ അൻവറിന് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അൻവർ നല്ലൊരു രീതിയിൽ നിലമ്പൂരിൽ ജയിച്ചത്. ഇനിയിപ്പോൾ അദ്ദേഹം MLA സ്ഥാനം രാജിവെച്ചാൽ അടുത്ത 1.5 വർഷത്തിനകത്ത്, എന്നാലും 6 മാസത്തിനകത്ത് അവിടെ 1.5 വർഷമാണ് ഇനി അസംബ്ലിക്ക് ഉള്ളത്. അടുത്ത 6 മാസത്തിനകത്ത് പിന്നെ അവിടെ ഉപതെരഞ്ഞെടുപ്പ് നടക്കുകയും PV അൻവർ വീണ്ടും അദ്ദേഹം രൂപീകരിക്കുന്ന പാർട്ടിയുടെ നോമിനിയായിട്ടോ അല്ല വേറെ ഏതെങ്കിലും മുന്നണിയുടെ ആളായിട്ടോ മത്സരിക്കുകയൊക്കെ ചെയ്യാം എന്നുള്ള സാധ്യതകളുണ്ട്. ഇനി UDF കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണെങ്കിൽ നിലവിലുള്ള ആര്യാടൻ ഷൗക്കത്തിനെ മാറ്റി നിർത്തിയിട്ട് സ്ഥാനാർത്ഥിയാക്കേണ്ടി വരും കോൺഗ്രസിനും UDF. അവിടെ ലീഗിൻ്റെ അഭിപ്രായം വളരെ പ്രധാനമാണ്. ലീഗിൻ്റെ പിന്തുണ കൂടാതെ ആര്യാടൻ ഷൗക്കത്തിനെ മാറ്റിയിട്ട് അവിടെ മത്സരിക്കാൻ, UDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കാൻ, അല്ലെ UDF പിന്തുണ അൻവറിന് കൊടുക്കാനും പ്രശ്നങ്ങളുണ്ട്. അപ്പം നിലവിൽ മലബാറിലെ രാഷ്ട്രീയം ഇങ്ങനെ ഒരു കലങ്ങിമറിഞ്ഞ അവസ്ഥയിൽ നിൽക്കുമ്പോഴാണ് അൻവർ രാഷ്ട്രീയ പാർട്ടിയുമായി മുന്നോട്ട് വരുന്നത്. സാഹസികമായ ഒരു നീക്കമാണ് അൻവർ നടത്തുന്നത് കാര്യത്തിൽ ആർക്കും സംശയമില്ല. തൻ്റെ പിന്തുണ നിലനിർത്തുക അല്ലെ മുന്നോട്ട് കൊണ്ടുപോകുക എന്നത്, ജനപിന്തുണ നിലനിർത്തുക എന്ന് പറയുന്നത് വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ്. കഴിഞ്ഞ ദിവസം അൻവറിൻ്റെ കൂടെ ചേരുമെന്ന് പലരും കരുതിയ, പലരും വിലയിരുത്തിയ ഡോക്ടർ കെ ടി ജലീൽ മുൻ മന്ത്രി, ഇപ്പോൾ ഇടതുപക്ഷ സ്വതന്ത്ര MLA കൂടിയായ അദ്ദേഹം ജലീലും കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിട്ട് തൻ്റെ നിലപാട് വ്യക്തമാക്കി. അഭ്യൂഹങ്ങൾക്ക് വിരാമം ഇട്ടുകൊണ്ട് താൻ അൻവറിനൊപ്പമില്ല, താൻ ഇടതുമുന്നണിക്കൊപ്പമാണ്, പിണറായി വിജയൻ്റെ നിലപാടുകൾക്കൊപ്പമാണെന്ന് അദ്ദേഹം ജലീൽ പ്രഖ്യാപിച്ചു കഴിഞ്ഞതോടെ ജലീലിനെ കൂടെ നിർത്താമെന്ന പ്രതീക്ഷ അൻവറിന് അസ്തമിച്ചു കഴിഞ്ഞു. അൻവറിൻ്റെ നിലപാടുകളോട് പലതിനോട് യോജിപ്പില്ലാത്തതുകൊണ്ട് തന്നെ ചേർത്ത് പ്രവർത്തിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ലെന്നും ഇടതുമുന്നണിയിൽ തുടരുമെന്നുമാണ് KT ജലീൽ മാധ്യമങ്ങളോട് പറഞ്ഞത്. അപ്പോൾ ജലീലിൻ്റെ പിന്തുണ ഇല്ലാത്തതും അൻവറിനെ സാരമായി ബാധിക്കുന്നുണ്ട്. പിന്നെ എവിടെ നിന്നാണ് പുതിയ പിന്തുണ ആർജിച്ചെടുക്കാൻ PV അൻവറിന് സാധിക്കുക? അത് വലിയൊരു ചോദ്യ ചിഹ്നമാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, ഒന്ന് പുതിയ പാർട്ടിയും കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകാൻ സാധിക്കും, 2 MLA സ്ഥാനത്തിന് എന്ത് സംഭവിക്കും, സ്വയം MLA സ്ഥാനം രാജിവെച്ചാൽ അവിടെ ഉപതെരഞ്ഞെടുപ്പ് വരുമ്പോൾ രാഷ്ട്രീയ ചിത്രം ഭാവിയിൽ എന്താകും നിലമ്പൂരിൻ്റെ, ഇങ്ങനെ 2-3 പ്രധാന ചോദ്യങ്ങളാണ് PV അൻവറിനെ ചുറ്റിപ്പറ്റി ഉള്ളത്. ഇതിനിടയിൽ അദ്ദേഹം കേരളം വിട്ട്, സംസ്ഥാനം വിട്ട് ചില രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെയും നേതാക്കളെയും കാണുന്നതായും റിപ്പോർട്ടുകളുണ്ട്. അദ്ദേഹം ചെന്നൈയിലെത്തി DMK നേതാക്കളെ കാണുന്നതായുള്ള വാർത്തകൾ വരുന്നുണ്ട്. DMK എന്ന പ്രസ്ഥാനം ചെന്നൈയിലും തമിഴ്നാട്ടിലും വളരെ ശക്തമാണെങ്കിലും കേരളത്തിൽ അങ്ങനെ വലിയ വേരോട്ടമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമല്ല. അപ്പോൾ ആ നിലയ്ക്ക് അൻവർ എന്തിനാണ് DMK നേതാക്കളെ പോയി കണ്ടത്? ഇനി മറ്റ് സംസ്ഥാനങ്ങളിലെ രാഷ്ട്രീയ നേതാക്കളെ പോയി കാണുമോ ഇല്ലയോ എന്നും നമുക്കിപ്പോൾ ഈ ഘട്ടത്തിൽ പറയാൻ നിവർത്തിയില്ല. എന്തായാലും തൻ്റെ കൂടെ വേറെ ചില പ്രസ്ഥാനങ്ങളുടെ പിന്തുണ തനിക്കിപ്പോൾ ഉറപ്പിക്കാൻ അൻവർ ശ്രമിക്കുന്നതായിട്ടാണ് മനസ്സിലാകുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണോ DMK നേതാക്കളെ കാണാൻ പോയതെന്ന് നമുക്ക് കരുതേണ്ടി വരും. എന്തായാലും വരും ദിവസങ്ങളിൽ അൻവറിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു പൊതുചിത്രം, അതിൻ്റെ നിലപാട് എന്താണെന്ന് നമുക്ക് വ്യക്തമാവും. നാളെ മഞ്ചേരിയിലെ സമ്മേളനത്തോടു കൂടി കൂടുതൽ വ്യക്തത ഇക്കാര്യത്തിൽ വരുമെന്ന് പ്രതീക്ഷിക്കാം.